കൂട്ടുകാരെ, ലൈറ്റ് മങ്ങി കത്തുന്ന ഒരു പ്രശ്നം ഇതെങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതിന് മുൻപ് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഴയ വയറിംഗ് ആണ്, പഴയ വീട്. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വിച്ചുകളോ അല്ലെങ്കിൽ വയറുകൾ മൊത്തം മാറിക്കെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്കത് മാറ്റാതെ തന്നെ ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. കൂട്ടുകാരെ, ഇത് സാധാരണയായിട്ട് സംഭവിക്കുന്നത് 2 വേ സ്വിച്ചിലാണ്. ബെഡ് സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റ് ഉള്ള ഹോൾഡറിലാണ് ഇത് മങ്ങി കത്തുന്നത്. മിക്കവാറും എല്ലാ വീടുകളിലും ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ട്. LED ബൾബുകൾക്കാണ് ഈ പ്രശ്നമുള്ളത്. ശരിക്കും ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ബൾബാണുള്ളത്. ഒന്ന് B എന്ന് പറയുന്ന കമ്പനിയും ഒന്ന് ഫൈബ്രോസ് എന്ന് പറയുന്ന കമ്പനിയും. ഇതിൽ ഒന്ന് മങ്ങി കത്തും കണ്ടോ. ഇത് B എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് മങ്ങി കത്തുന്നതാണ് കാണുന്നത് നിങ്ങളിപ്പോൾ. അതുകൊണ്ട് ഈ B എന്ന് പറയുന്ന ഈ കമ്പനി ഞാൻ മാറ്റിയിട്ട് പകരം ഞാൻ ഫൈബ്രോസ് എന്ന് പറയുന്ന കമ്പനി എടുത്ത് ഇടുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അതേ ഹോളിൽ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. മങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നേരത്തെ മങ്ങിക്കിടന്നിരുന്നത് ഇപ്പോൾ മങ്ങുന്നില്ല. കണ്ട ലൈറ്റ് കത്തുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, ശരിക്കും ഇത് ആരുടെ കംപ്ലൈൻറ്റാണ്? ഇലക്ട്രീഷ്യൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ LED ബൾബ് ഉണ്ടാക്കുന്ന LED ബൾബുകാരുടെ കംപ്ലൈൻ്റ് ആണോ? 1 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ടിലൊക്കെ കത്തുന്ന LED ബൾബുകൾ ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ബൾബിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് വീട്ടുകാരടുത്ത് പറഞ്ഞത്. എനിക്ക് ആ വീട്ടുകാരടുത്ത് പറയാൻ പറ്റുമോ ഇവിടുത്തെ മുഴുവൻ വയറിങ്ങും മാറ്റി അല്ലെങ്കിൽ സ്വിച്ചുകൾ മുഴുവൻ മാറ്റിയാൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്ന്? അങ്ങനെ പറ്റത്തില്ലല്ലോ. അത് കൂടുതൽ എക്സ്പെൻസ് ആവുകയുള്ളൂ അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് LED ബൾബുകാരോട് 9 വാട്ട്സ് നിങ്ങൾ LED ബൾബുകളൊക്കെ ഇറക്കിക്കോ. നേരത്തെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ബൾബുകൾ ഉണ്ടായിരുന്നു. ഈ 1 വോൾട്ടിൽ 2 വോൾട്ടിൽ കത്തുന്നവനും ഇല്ല, ഇൻഡക്ഷനിൽ കത്തുന്ന ബൾബുകളല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം ആ ടൈപ്പ് ബൾബുകളാണ്. അതിന് നിങ്ങളൊരു പരിഹാരം ഉടൻ കാണണം. അപ്പോൾ ഏത് കമ്പനിയാണ് നല്ലതെന്നൊന്നും എനിക്ക് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ബൾബ് എടുത്ത് ഇട്ട് അവിടെ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രം കേട്ടോ. കൂട്ടുകാരുടെ അഭിപ്രായത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂട്ടുകാർ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തിയതെന്നും കൂടി പറയണേ.